ഹലോ ഗൈസ്, ഇത് നമ്മൾ ഇന്ന് പഴത്തിൻ്റെ ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പഴം ദാ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ അവൽ, ഒരു നാഴി അവൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ദാ വറുത്തു ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് പൊടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇത് ചൂടായി, അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. കണ്ടോ, നല്ല ചൂടാണ്. ഓക്കെ, പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഴം, അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. അതിലാണ് നമ്മളിത് പഴം ഇടുന്നത്. ഹലോ കൂട്ടുകാരെ, ഇതാ നമ്മൾ നാളികേരം ഇതാ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ട്. ഓക്കെ, പിന്നെ ഇതാ മിക്സിയിൽ നമ്മൾ അവൽ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാതും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതാ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്, പൗഡറായി. ഇതാ വീണ്ടും വന്നു, ഇതാ തവ ചൂടായി, ഫ്രൈയിങ് പാൻ ചൂടായി. അതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിക്കണം. ഇതാ നെയ്യ് ഒഴിച്ചു. അത് ചൂടാവട്ടെ. ഇതാ നമ്മൾ പഴം, ബനാന ദാ ഇങ്ങനെ ചൂടാറി. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ബനാന ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമ്മുടെ അവൽ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വറുത്ത് ചൂടാക്കിയിരിക്കുന്ന ഈ പൊടി മിക്സിയിൽ പൊടിച്ചിരിക്കുകയാണ്, അതിടാം. പിന്നെ ഇതാ നാളികേരം, ഇത് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശർക്കര പാനി, ഓക്കെ, ഇതാ ശർക്കര പാനി അത് ചേർക്കാൻ പോവുകയാണ്. മധുരം നമ്മുടെ നോക്കിയിട്ട്, നമ്മൾ മധുരം എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്ര മധുരം ചേർക്കാം. അതിനെ ഇളക്കി യോജിപ്പിക്കാം. എല്ലാം 1:1:1, 1:1:1, 1 ബനാന, 1 നാളികേരത്തിൻ്റെ അരമുറി, പിന്നെ അവൽ 1. ഇത്രയും സാധനങ്ങൾ മതി, നമ്മുടെ ഹൽവ തയ്യാർ. ചൂടാറി, ഇനി മുറിക്കാം.
കണ്ടോ, നല്ല ഹലുവ. പാകത്തിന് മധുരം,